ഈ ചെടിയൊക്കെ ഇത്ര വളർന്നു. ശരിയാണല്ലോ. അതിനൊക്കെ വല്ലപ്പോഴും ഈ ചെടി ഇടയ്ക്കിടയ്ക്ക് നോക്കണം, എന്നാലേ മനസ്സിലാവും വിളിച്ചോ പൂവിട്ടോ എന്നൊക്കെ. ഒരു ചെറിയ വിത്ത് ഇത്ര മനോഹരമായി വളർന്നു. മാറിവാനിയോസ് പിതാവിന്റെ ഒരു സ്വപ്നവും അതുതന്നെയായിരുന്നു. ഏത് സ്വപ്നം? മലങ്കര സഭയുടെ ആത്മീയ നവോത്ഥാനത്തിനായി പ്രാർത്ഥനയും സേവനവും ഒരുമിച്ച് ജീവിക്കുന്ന സന്യാസ സമൂഹം രൂപീകരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. അതാണ് ബദനി ആശ്രമം അല്ലേ? അതെ. സെറാംപൂരിൽ അധ്യാപകനായിരിക്കുമ്പോൾ വിശുദ്ധ ബേസിലിന്റെ സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളും ഗാന്ധിജിയുടെ സബർമതി ആശ്രമവും അദ്ദേഹത്തിനെ ആഴത്തിൽ സ്വാധീനിച്ചു. അതിൽ നിന്നാണ് ഈ ദർശനം രൂപപ്പെട്ടത്. ആരംഭം തന്നെ വലിയ കെട്ടിടത്തിലായിരുന്നോ? അല്ല, മരക്കൊമ്പുകളും മുളയും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ചെറിയ ഓലക്കുടിലായിരുന്നു ആദ്യ ബദനി ആശ്രമം. അപ്പോൾ ബദനി എന്ന പേരെങ്ങനെ വന്നു? പ്രാർത്ഥനയ്ക്ക് ശേഷം ബൈബിൾ തുറന്നപ്പോൾ ബദനി എന്ന വചനം ലഭിച്ചു. പ്രാർത്ഥനയും സേവനവും ഒരുമിച്ച് ജീവിക്കാനുള്ള ദൌത്യത്തിന് ഏറ്റവും അനുയോജ്യമായ പേരാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ബദനി ഒരു ചെറിയ കുടിലിൽ നിന്നാണ് തുടങ്ങിയെന്ന് ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഒരു വലിയ പ്രസ്ഥാനം തുടങ്ങാൻ വലിയ സൗകര്യങ്ങളല്ല വേണ്ടത്, വലിയ ദർശനമാണ് വേണ്ടത്. അതുകൊണ്ടാണ് ബദനി ഒരു ആശ്രമം മാത്രമല്ല, മാറിവാനിയോസ് പിതാവിന്റെ ദർശനത്തിന് ജീവിക്കുന്ന സാക്ഷ്യമായി ഇന്നും തുടരുന്നത്. 1915 ഓഗസ്റ്റ് 15 റാന്നിക്ക് സമീപമുള്ള പെരുനാട് മുണ്ടൻമലയിൽ മാറിവാനിയോസ് പിതാവ് ബദനി